2024 ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ ഹോളിവുഡ് സിനിമകളിലൊന്നായിരുന്നു ഡ്യൂൺ. തിമോത്തി ഷാലമെറ്റ് അതേപോലെ സെൻഡായ മുതൽ ഇത് സിനിമയാക്കാൻ വേണ്ടി നടക്കുന്ന ശ്രമവും ഒടുവിൽ ആ ശ്രമം വിജയിക്കുന്നത് 2020-കളിലാണ്. സോ അതുവരെ ജോഡോറോസ്കി എന്ന് പറയുന്ന ഒരു സംവിധായകൻ, റഷ്യൻ ചങ്ങായി, സാൽവദോർ ദാലി ആർട്ടിസ്റ്റ്, അതേപോലെ പിങ്ക് ഫ്ലോയിഡാണ് ഇതിന് മ്യൂസിക് കൊടുക്കാൻ തയ്യാറായി വന്നിരുന്നത്. ഇവരുടെ ഒരു ടീം ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ ഹോളിവുഡ് സിനിമകളിലൊന്നായിരുന്നു ഡ്യൂൺ പാർട്ട് 2. ഡെന്നി വില്ലനേവ് സംവിധാനം ചെയ്ത് ടിമോത്തി ഷാലമെറ്റ് അതേപോലെ സെൻഡായ, ജോഷ് ബ്രോലിൻ, ബറ്റിസ്റ്റ, അങ്ങനെ ഒരുപാട് നടന്മാരും നടിമാരും ഒക്കെ അഭിനയിച്ച, റെബേക്ക ഫെർഗൂസനൊക്കെ ഉണ്ടായിരുന്നു, ഒരുപാട് പേര് അഭിനയിച്ച ഒരു സിനിമയായിരുന്നു. ഈ വീഡിയോയിൽ നമ്മൾ പ്രധാനമായിട്ട് പറയുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഈ ഡ്യൂൺ എന്ന പുസ്തകവും അതിനെ ചുറ്റിപ്പറ്റിയുള്ള കുറച്ച് കഥകളുമാണ്. ഇതിൽ ഒന്നാമത്തേന്ന് പറഞ്ഞാൽ ഇത് ഒരുപാട് കാലമായിട്ട് 60-കൾ മുതൽ ഇത് സിനിമയാക്കാൻ വേണ്ടി നടക്കുന്ന ശ്രമവും ഒടുവിൽ ആ ശ്രമം വിജയിക്കുന്നത് 2020-കളിലാണ്. സോ അതുവരെ എന്തൊക്കെ ഈ സിനിമയ്ക്ക് പുറകിൽ സംഭവിച്ചു എന്നുള്ളൊരു കാര്യം നമ്മളിതിനകത്ത് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സാൽവദോർ ദാലിയും പിങ്ക് ഫ്ലോയിഡും അടക്കം വരുന്ന വലിയൊരു ക്രൂ ഉണ്ടായിരുന്ന ഒരു സിനിമ എന്തുകൊണ്ട് പ്രൊഡക്ഷൻ ഇല്ലാതെ പോയി, ഇത്തരത്തിലുള്ള സംഗതികൾ നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട്. പിന്നെ നമ്മൾ പറയുന്നത് ഡ്യൂൺ എന്ന പുസ്തകം അല്ലെങ്കിൽ ഡ്യൂൺ എന്ന സിനിമ എങ്ങനെയാണ് വെറും ഒരു സയൻസ് ഫിക്ഷൻ സിനിമ അല്ലെങ്കിൽ ഒരു പുസ്തകത്തിൽ നിന്ന് മാറി നിൽക്കുന്നത്, വേറിട്ട് നിൽക്കുന്നത് എന്നുള്ളതാണ്. ഈ ഡ്യൂണിൽ വരുന്ന പാരലലിസം അല്ലെങ്കിൽ ഒരു നമ്മുടെ വേൾഡിൻ്റെ ഒരു മിറർ ഫോർമാറ്റും കൂടിയാണ് ഈ ഡ്യൂൺ എന്ന പുസ്തകം. അത് എങ്ങനെയാണ് എന്നുള്ളത് നമ്മൾ ഈ വീഡിയോയിൽ പറയും. ഈ പുസ്തകത്തിന് അതേപോലെ ഗൾഫ് വാറുമായിട്ടും അതേപോലെ കൊളോണിയലിസമായിട്ടും റിലീജിയനായിട്ടൊക്കെ എങ്ങനെയാണ് ഈ ഒരു പുസ്തകം ഡീൽ ചെയ്യുന്നത്, അതൊക്കെ എങ്ങനെയാണ് ഈ പുസ്തകത്തിൽ അല്ലെങ്കിൽ സിനിമയിൽ പറഞ്ഞു വെക്കുന്നത് എന്നുള്ള കാര്യങ്ങളും കൂടെ നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നിട്ടുണ്ടാവും. അപ്പോൾ ഇത് കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു വീഡിയോ ആയിരിക്കും. എല്ലാവരും ഈ സിനിമ എന്ന് പറയുന്നത് 1960-കളിൽ ഇറങ്ങിയിരുന്ന ഒരു ബുക്ക് സീരീസിനെ ആസ്പദമാക്കിയിട്ടാണ് ഈ സിനിമ. സോ ഈ പുസ്തകത്തെ നമ്മളങ്ങനെ വെറുതെ ഒരു സാധാ സയൻസ് ഫിക്ഷൻ ബുക്കായിട്ട് നമുക്ക് കാണാൻ പറ്റില്ല സിനിമേന്. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ഡീൽ ചെയ്യുന്ന സബ്ജക്റ്റുകൾ കൂടുതലും നമ്മുടെ സ്വന്തം ലോകമായിട്ട് വളരെ റിലേറ്റഡ് ആയി കിടക്കുന്ന കുറച്ച് സാധനങ്ങളാണ്. അതായത് ഇപ്പോൾ ഇമ്പീരിയലിസം അല്ലെങ്കിൽ കൊളോണിയലിസം അല്ലെങ്കിൽ റിലീജിയൻ, പൊളിറ്റിക്സ്. ഇപ്പോൾ നമ്മുടെ വേൾഡിൻ്റെ ഒരു മിറർ പോലെയാണ് സത്യത്തിൽ ഡ്യൂണിൻ്റെ വേൾഡ്, ഒരു പാരലൽ വേൾഡ് പോലെയാണ്. അപ്പം ഈ ഡ്യൂൺ എന്ന സിനിമയുടെ അല്ലെങ്കിൽ ഡ്യൂൺ എന്ന പുസ്തകത്തിൻ്റെ പിന്നിലുണ്ടായിരുന്ന കുറേ രസകരമായ കഥകളുണ്ട്, ഒരുപാട് ലോറുള്ളൊരു സംഗതിയാണത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇതിനെപ്പറ്റിയാണ് ചർച്ച ചെയ്യാൻ പോകുന്നത്. സോ എല്ലാവർക്കും മോട്ടോ വേൾഡ്സിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഡ്യൂൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ പൊതുവേ നമ്മൾ പറയുന്ന ഈ മണൽക്കൂനകൾക്ക് പറയുന്ന ഇംഗ്ലീഷ് പേരാണ് ഡ്യൂൺ. ആൻഡ് ഒബ്വിയസ്ലി ഈ കഥ ഒരുവിധം മുഴുവൻ നടക്കുന്നത് ഒരു മണൽക്കൂനയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളൊരു പരിപാടിയാണ്. അതായത് ഒരു മരുഭൂമിയായ ഒരു ഗ്രഹം, അറാക്കിസ് എന്ന് പറഞ്ഞൊരു ഗ്രഹത്തിൽ വെച്ചിട്ടാണ് ഈ ഡ്യൂണിൻ്റെ ഒരു മുക്കാൽ ഭാഗം കാര്യങ്ങളും നടക്കുന്നത്. അപ്പോൾ നമ്മൾ ഡ്യൂൺ പുസ്തകത്തെ പറ്റി ഞാൻ സംസാരിച്ചു തുടങ്ങുന്നതിൻ്റെ മുന്നേ ഞാൻ ഡ്യൂൺ സിനിമകളും അതിൻ്റെ പിന്നിലുള്ള ഒരു രസകരമായിട്ടുള്ളൊരു കഥയും ഞാൻ പറയാം. അപ്പോൾ ഡ്യൂൺ എന്ന പുസ്തകം ഇറങ്ങിയതിന് ശേഷം അത് ഭയങ്കര തരംഗമായൊരു പുസ്തകമായിരുന്നു. അപ്പോൾ അതിന് ശേഷം ഉടനെ തന്നെ ഇത് സിനിമയാക്കാനുള്ള പരിപാടികൾ നടന്നു തുടങ്ങിയിരുന്നു. അന്നൊന്നും ഇപ്പോൾ ഈ പറഞ്ഞ ഇപ്പോഴത്തെ ഏറ്റവും വലിയ സയൻസ് ഫിക്ഷൻ പരിപാടികളായ സ്റ്റാർ വാർസ് അല്ലെങ്കിൽ സ്റ്റാർ ട്രെക്ക്, ബാറ്റിൽ സ്റ്റാർ ഗലാക്റ്റിക്ക, ഈ വക സാധനങ്ങളൊന്നും അന്നില്ല. അന്ന് ഇതിനൊക്കെ മുന്നെയാണ് ഡ്യൂൺ വരുന്നത്. അപ്പോൾ അലഹാൻഡർ ജോഡോറോസ്കി എന്ന് പറയുന്ന ഒരു സംവിധായകൻ, റഷ്യൻ ചങ്ങായിയാണ്. പുള്ളിക്കാരൻ ഇതേപോലെ സാൽവദോർ ദാലി, ആർട്ടൊക്കെ ശ്രദ്ധിക്കുന്ന ആൾക്കാർക്ക് അറിയാം സാൽവദോർ ദാലി ആരാന്ന്. ഭയങ്കര സർറിയലിസ്റ്റ് പെയിൻറ്ററായിരുന്നു പുള്ളിക്കാരൻ. അതേപോലെ പിങ്ക് ഫ്ലോയിഡാണ് ഇതിന് മ്യൂസിക് കൊടുക്കാൻ തയ്യാറായി വന്നിരുന്നത്. ഇവരുടെ ഒരു ടീം കുറച്ച് ബ്രില്യൻ്റ് ആയിട്ടുള്ളൊരു ടീമാണ് ഇവർക്ക് ഉണ്ടായിരുന്നത്. പക്ഷേ ഈ സിനിമ നടക്കാതെ പോയി. ഈ സിനിമയുടെ ഒരുപാട് പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ വന്നിരുന്നെങ്കിൽ ഈ സിനിമ പ്രൊഡക്ഷൻ ഒരിക്കലും നടന്നില്ല ഈ സിനിമയുടെ. കാരണം അതിൻ്റെ ബഡ്ജറ്റ് കൊടുക്കാൻ അന്നത്തെ സ്റ്റുഡിയോസ് വിസമ്മതിച്ചു. കാരണം അങ്ങനത്തെ ഒരു സബ്ജക്റ്റൊന്നും അതിൻ്റെ മുന്നേയുള്ള സിനിമകളിൽ വന്നിട്ടില്ല. അങ്ങനത്തെ ഒരു സയൻസ് ഫിക്ഷൻ പരിപാടി അല്ലെങ്കിൽ സ്റ്റാർസ് പരിപാടിയൊന്നും അന്ന് വന്നു. ഡ്യൂണിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നതിൽ വളരെ റിയൽ ആയിട്ടുള്ള ക്യാരക്ടേഴ്സും പോരാത്തതിന് അതിൻ്റെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള പൊളിറ്റിക്സും കൂടിയാണ്. അപ്പോൾ ഡ്യൂണിലെ പൊളിറ്റിക്സ് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു സാധാരണ ഒരു കണ്ടക്സ്റ്റിൽ നമുക്ക് പറയാം. എനിക്ക് ചെറുപ്പത്തിലൊക്കെ ഒരുപാട് ഇഷ്ടമുള്ളൊരു കോമിക് ബുക്കായിരുന്നു ടിൻറ്റിൻ.
ടിൻറ്റിൻ എന്നുള്ള കോമിക് ബുക്കിൽ ടിൻറ്റിൻ ഒരുപാട് സ്ഥലങ്ങളിൽ പോകുന്നു, ലോകത്തുള്ള പല സ്ഥലങ്ങളിൽ, കോങ്കോയിൽ പോകുന്നു, ടിബറ്റിൽ പോകുന്നു, അവിടെയൊക്കെ പോകുന്നു. ഇയാളൊരു അമേരിക്കൻ ആയിട്ടുള്ള ഒരു ജേർണലിസ്റ്റാണ്. ഇയാൾ ഓരോ സ്ഥലങ്ങളിലേക്ക് പോകുന്നു, അവിടുത്തെ ആൾക്കാരെ ഓരോ പ്രശ്നങ്ങളിൽ നിന്ന് ഇയാൾ രക്ഷിക്കുന്നു. എന്നിട്ട് ഇയാളൊരു ഹീറോ ആയിട്ട് തിരിച്ചു വരുന്നു. ഇതാണ് പരിപാടി. പക്ഷേ ഡ്യൂൺ എന്ന് പറയുന്നത് ഒരു കൊളോണിയലിസത്തെ പറ്റി കൂടിയുള്ളൊരു പുസ്തകമാണ്. ഇമ്പീരിയലിസം അല്ലെങ്കിൽ കൊളോണിയലിസത്തെ പറ്റി ഡീൽ ചെയ്യുന്നൊരു പുസ്തകമാണ്. സോ ഇതിനകത്ത് നമ്മുടെ പ്രധാനപ്പെട്ട ക്യാരക്ടർ പോൾ അട്രീഡീസ് എന്ന ക്യാരക്ടർ, അത് നമുക്ക് ടിമോത്തി ഷാലമെറ്റാണ് സിനിമയിൽ അഭിനയിച്ചിട്ടുള്ളത്. ഈ പോൾ അട്രീഡീസ് എന്ന നമ്മൾ ഹീറോ ആയി കണ്ടുകൊണ്ടിരിക്കുന്ന ക്യാരക്ടറിന് വരുന്നൊരു ഷിഫ്റ്റ് ഉണ്ട്. അപ്പോൾ കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്കാരൻ ആ ഒരു ഡെസേർട്ട് പ്ലാനറ്റിലെ ആൾക്കാർ, ഫ്രെമൻ എന്നറിയപ്പെടുന്ന അവിടെ തന്നെ ജീവിക്കുന്ന ഇൻഡിജിനസ് ആയിട്ടുള്ള ആൾക്കാരെ ഇയാളുടെ ആവശ്യത്തിന് വേണ്ടി യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതായത് അവരൊക്കെ ചിന്തിക്കുന്ന ഇയാൾ അവരുടെ ഒരു ഹീറോ ആണെന്നും ഇവരെ രക്ഷിക്കാൻ വേണ്ടിയാണ് ഇയാൾ വന്നതെന്നാണ്. പക്ഷെ സത്യത്തിൽ അവിടെ നടക്കുന്നതെന്ന് പറഞ്ഞാൽ ഇവരെ ചൂഷണം ചെയ്ത് പോൾ അട്രീഡീസ് അയാളെ തന്നെ ഒരു പവർഫുള്ളായൊരു പൊസിഷനിൽ വെക്കുകയാണ്. അല്ലെങ്കിൽ KGF നടന്ന പോലെ, KGFനകത്തും ഇതേപോലൊരു സിറ്റുവേഷൻ ആണല്ലോ നടക്കുന്നത്. KGFനകത്ത് ഇയാൾ റോക്കി ബായ് പുറത്തുനിന്ന് കയറി വന്ന് KGFൻ്റെ ഉള്ളിൽ കയറി അതിലെ ആൾക്കാരെ മുഴുവൻ ഇയാളുടെ ആൾക്കാരാക്കി മാറ്റി അയാൾ ഭയങ്കര പവർഫുള്ളായി നിൽക്കുന്നൊരു പരിപാടിയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു സംഗതിയാണ് ഈ പോൾ അട്രീഡീസിൻ്റെ ക്യാരക്ടർ ആർക്ക് എന്ന് പറയുന്നത്. ആൻഡ് ഇതിന് വേണ്ടിയിട്ട് ഇയാൾ ഉപയോഗിക്കുന്ന സംഗതികൾ ഒന്ന് റിലീജിയസ് വാർഫെയറാണ്. റിലീജിയസ് വാർഫെയർ എന്ന് പറയുമ്പോൾ ഇയാളുടെ അമ്മ അല്ലെങ്കിൽ ഇയാളുടെ പൊളിറ്റിക്കൽ ആയിട്ടുള്ളൊരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഇവർക്ക് മതത്തിൻ്റെ പുറത്ത് കുറച്ച് കൺട്രോളുണ്ട്. സോ ഇവർ ഈ ഡെസേർട്ടിലുള്ള ആൾക്കാരെ, അവിടുത്തെ ഇൻഡിജിനസായ ആൾക്കാരെ പറഞ്ഞ് വിശ്വസിപ്പിക്കുകയാണ് ഈ പോൾ അട്രീഡീസ് എന്ന കഥാപാത്രം ഒരു ഭയങ്കര ശക്തിയുള്ള ഒരു അമാനുഷികനായിട്ടുള്ള ഒരാളാണെന്നും ഇയാൾ ഇവരെയൊക്കെ രക്ഷിക്കാൻ വേണ്ടി വന്നൊരു മിശിഹയാണെന്നും പറഞ്ഞ് വിശ്വസിപ്പിക്കുകയും ആ മിശിഹയുടെ റോൾ ഇയാളെ ഏറ്റെടുത്തുകൊണ്ട് അയാളത് നടത്തുകയാണ് ചെയ്യുന്നത്. സോ ആ ഒരു റിലീജിയനെ ഇയാളുടെ ഒരു ഇയാളുടെ ആവശ്യത്തിന് വേണ്ടി അല്ലെങ്കിൽ ഇയാളുടെ ഗുണത്തിന് വേണ്ടിയിട്ടാണ് മാനിപ്പുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ റിലീജിയൻ ഒരു അൺസൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ കുറച്ചും കൂടെ പ്രാകൃതമായിട്ടുള്ള ഒരു സൊസൈറ്റിയിൽ അതെങ്ങനെ റിലീജിയൻ്റെ പവർ വർക്ക് ചെയ്യുന്നെന്നും റിലീജിയൻ ഉപയോഗിച്ച് നമുക്ക് എങ്ങനെ മനുഷ്യരെ കൺട്രോൾ ചെയ്യാൻ പറ്റും എന്നും കൂടെ നമ്മൾ ഡ്യൂണിൽ കാണുന്നുണ്ട്. പിന്നെ ഡ്യൂണിൽ നമ്മൾ പ്രധാനമായിട്ട് കാണുന്ന കാര്യങ്ങളാണ് കൊളോണിയലിസം അല്ലെങ്കിൽ ഇമ്പീരിയലിസം. അതായത് ഇപ്പോൾ അതിനകത്ത് വരുന്ന ഗലാക്റ്റിക് എംപയർ ആയാലും ഈ പോൾ അട്രീഡീസിൻ്റെ കുടുംബമായിട്ടുള്ള അട്രീഡീസ് ഹൗസ് ആയാലും ഇവരുടെ വില്ലന്മാരായി വരുന്ന ഹാർക്കണൻസ് ആയാലും ഇവരൊക്കെ ഒരു ഇമ്പീരിയൽ പവറിൻ്റെ ഭാഗമാണ്. പക്ഷെ ശരിക്ക് അറാക്കിസിൻ്റെ അവകാശികൾ എന്ന് പറയുന്നത് അറാക്കിസിൽ ജീവിക്കുന്ന ആൾക്കാരാണ്. ഫ്രെമൻ എന്ന് പറയുന്ന അറാക്കിസിൽ ജീവിക്കുന്ന ആൾക്കാരാണ് ഈ ഒരു പ്ലാനറ്റിൻ്റെ അവകാശികൾ. പക്ഷേ ഒരിക്കലും അവരുടെ കയ്യിലേക്കല്ല പവർ പോകുന്നത്, അവരെ മാനിപ്പുലേറ്റ് ചെയ്യാൻ കഴിവുള്ള ആൾക്കാരുടെ അടുത്തിലേക്കാണ് പവർ പോകുന്നത്. വിച്ച് ഈസ് വാട്ട് കൊളോണിയലിസം ഈസ് ബേസിക്കലി. അതായത് പുറത്തുനിന്ന് വന്ന ഒരാൾ അവിടുത്തെ ജനങ്ങളെ ചൂഷണം ചെയ്ത് അവിടുത്തെ പവർ ഗ്രാബ് ചെയ്യുക എന്നുള്ളതാണ് കൊളോണിയലിസം അല്ലെങ്കിൽ ഇമ്പീരിയലിസത്തിലൊക്കെ നടക്കുന്നത്. സോ ഇത്തരത്തിലുള്ള വളരെ റിയൽ ലൈഫായിട്ടുള്ള അല്ലെങ്കിൽ വളരെ സീരിയസ് ആയിട്ടുള്ള പൊളിറ്റിക്കൽ ടോപ്പിക്സ് കൈകാര്യം ചെയ്യുന്ന ഒരു പുസ്തകവും സിനിമയുമാണ് ഡ്യൂൺ. സോ ഇനിയിപ്പോൾ അതിൻ്റെ ഒരു 3ാം ഭാഗം ഉടനെ നമുക്ക് പ്രതീക്ഷിക്കാം. അതായത് ഇപ്പോൾ ആദ്യത്തെ പുസ്തകം നമ്മൾ 2 ഭാഗമായിട്ടാണ് ഡെന്നി വില്ലനേവ് ഷൂട്ട് ചെയ്തത്. 2ാമത്തെ പുസ്തകം അതായത് ഡ്യൂൺ മിശിഹ എന്ന് പറയുന്ന പുസ്തകം അത് ഒറ്റ സിനിമയായിട്ട്, അതായത് ഇതിൻ്റെ ഒരു 3rd പാർട്ടായിട്ട് ഉടനെ റിലീസ് ചെയ്യുമെന്ന് കേട്ടു. ഉടനെ റിലീസ് ചെയ്യല്ല, ഷൂട്ട് തുടങ്ങിയിട്ടുണ്ട്. സോ 2-3 കൊല്ലത്തിനുള്ളിൽ എന്തായാലും അത് റിലീസ് ചെയ്യുന്നുണ്ടാവും. സോ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ, അതായത് ഇതേപോലെ നമ്മൾ ഒരുപാട് സിനിമകളെ പറ്റിയോ അല്ലെങ്കിൽ പുസ്തകങ്ങളെ പറ്റിയൊക്കെ ചർച്ച ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് താല്പര്യമുണ്ട്, ഇനി ഇത്തരം വീഡിയോസ് കാണാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് കൂടുതൽ താല്പര്യമുള്ള കാര്യങ്ങളെപ്പറ്റി നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഞങ്ങൾ എന്തായാലും അത് നോക്കുന്നതാണ്. അപ്പം എന്തായാലും അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.